ഈ ഗുരുവായൂരപ്പൻ്റെ ഈ വർക്ക് ഇവിടെ കഴിഞ്ഞ് ഇത് കാണാൻ മാതിരി ഉണ്ട്. സിമ്പിളായിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. ഫോട്ടോ ഡെക്കറേഷൻ മാതിരി സിമ്പിളായിട്ട് ചെയ്തെടുത്തൊരു വർക്കാണ്. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഒരു ഗുരുവായൂരപ്പൻ്റെ അതിൽ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന വിധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനിത് അതേമാതിരി ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. വലിയ വലുപ്പത്തിൽ, ഇത്രയും വലുപ്പത്തിൽ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് വലിയ ബോക്സൊക്കെ വരുന്ന കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്നൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടാണ് ഇതേമാതിരി ആക്കി വെച്ചത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ രണ്ട് സൈഡ് ഒരു സൈഡ് ഇതേമാതിരി ന്യൂസ് പേപ്പർ ഒട്ടിച്ച്, മറ്റേ സൈഡ് ഇത് അതേമാതിരി ഞാൻ ന്യൂസ് പേപ്പറൊക്കെ ഒട്ടിച്ച് നല്ല ക്ലീനായി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിൻ്റെ മുകളിൽ ഇതേമാതിരിയുള്ള ഒരു ഗോൾഡൻ കളറ് പേപ്പർ ഒട്ടിച്ചെടുക്കുക. ഒരു സൈഡിൽ മാത്രം ഒട്ടിച്ചാൽ മതി. എന്താ വെച്ചാൽ മറ്റേ സൈഡ് അകത്ത് പോണ ഭാഗം ഒട്ടിക്കേണ്ട. ഈ ഗ്ലേസുള്ള പേപ്പറിന് 10 രൂപയാണ്. ഇതേമാതിരത്തെ ഇതിൻ്റെ 4 പീസ് ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുത്തിട്ട് ഞാൻ കാണിച്ചത് ഈ ഭാഗം ഈ ഭാഗത്തല്ല, ഈ ഭാഗത്ത് ഇതേമാതിരി ഞാൻ ഒട്ടിച്ച് കൊടുക്കും. ഓരോ പീസ് ഇതേമാതിരി വെച്ചിട്ട് കണ്ടോ, അങ്ങനെ വെച്ച് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ച് ഇതാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുകളിൽ ഞാൻ ഇതേമാതിരി ഗോൾഡൻ പേപ്പർ ഒട്ടിച്ച് വെച്ചു. കണ്ടോ? ഇതേമാതിരി ഗോൾഡൻ പേപ്പർ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുത്തു. ഇനി അതേമാതിരിയുള്ള ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഇതേമാതിരി ഇങ്ങനെ ഒട്ടിച്ച് ഇവിടെ അങ്ങനെ നടുക്കിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇതേമാതിരി ഞാൻ അതിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ച് കൊടുത്തുകൊണ്ട് ഇതേമാതിരി നൂല് ഇതിൻ്റെ മുകളിൽ വൂളൻ നൂലിനെ കൊണ്ട് ഇതുണ്ടാക്കി ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. നൂല് കെട്ടിയിട്ട് ഞാൻ നെറ്റിപ്പട്ടത്തിൻ്റെ വൂളൻ നൂലിനെ കൊണ്ട് കെട്ടിയിട്ട് ഇതേമാതിരി ഞാൻ ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്തു. ഇനി അടുത്ത് രണ്ടാമത്തെ ഇതിൻ്റെ മുകളിലൊക്കെ ഈ ഗ്ലാസ് പേപ്പർ കാണുന്നിടത്ത് വേറെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം.